ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് വന്നിട്ടാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ആംബ്രൂന് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോ പരിപാടി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മള് കുറച്ച് ടയർഡായിരുന്നു, പിന്നെ സാപ്പിക്ക് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പരിപാടിയുടെ 2 ദിവസം മുന്നൊക്കെ കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ നമ്മൾ അൺബോക്സ് ചെയ്തു. അപ്പൊ ഇത് അന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ ആംബ്രൂ ഇപ്പൊ ഫസ്റ്റ് ഒരെണ്ണം പൊളിച്ചിട്ടൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇത്രയും ഗിഫ്റ്റാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യട്ടെ. അപ്പൊ ആരെ തന്നതൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം പേരൊന്നും എഴുതിയിട്ടില്ല, പിന്നെ നമുക്ക് ഓർമ്മയില്ല. അപ്പൊ ഫസ്റ്റ് ഏത് വെക്കണം? അപ്പൊ ഫസ്റ്റ് ഇതാ ഇങ്ങനൊരു വണ്ടി ഇട്ടിട്ട് കേട്ടോ. നല്ല കളറില്ലേ, നല്ല രസമുണ്ട് കാണാന്. അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ട് തള്ളിവിടാം. പിന്നെ ഇതാ ഇങ്ങനെ ഒരു കസാര ഇട്ടിട്ടുണ്ട്. ഇതിൽ മറ്റേ ഫുഡ് കഴിക്കുന്ന ഒരു ടേബിളൊക്കെ ഉള്ള കസാരയാണ് കേട്ടോ. അപ്പൊ ഇതും അടിപൊളിയായിട്ട്. പിന്നെ അങ്ങനെ ഒരു സ്കൂട്ടറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏത് ഇനി ബോക്സ് നോക്കണോ ഡ്രസ്സ് നോക്കണോ? ഡ്രസ്സ് ഇതൊക്കെ ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഏതാ നോക്കണ്ട? ബോക്സ് തുറന്നാ മതിയാ? ആദ്യം നീ പറയും ഇതിൽ ഏത് തുറക്കണം? ഇതാണ് നമ്മുടെ കയ്യിൽ ആദ്യം കിട്ടിയിരിക്കണത്. നമുക്ക് തുറക്കാം. ഇതിൽ നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടാവണേ. ഫസ്റ്റ് ഇതാ കാറാണ്, ചുമപ്പ് കാറാണ് കേട്ടോ, റിമോട്ട് കാറാണ്. നോക്കാം. ഇത് അത് ചിരിക്കണ നോക്ക്. ആംബ്രോ ഇവിടെ പാപ്പു തിന്നാണ് കേട്ടാ. അതാണ് ആംബ്രോന്റെ സൗണ്ട് ഒക്കെ കേൾക്കണത്. അതിന്റെ തന്നെ റിമോട്ടും ഉണ്ട്. ഇത് കൊടുക്കത് എന്താ നോക്കിയോ കേട്ടാ. ഇത് കവറിന്ന് പോന്നേക്കണതാണ്. നമുക്ക് ആരാ തന്നൊന്നും അറിയില്ല. അതിങ്ങനെ പോണതാ തോന്നിട്ടാ. ഇത് നമുക്ക് ലാസ്റ്റ് സെറ്റ് ആക്കാട്ടാ. തൊട്ട് നമുക്ക് ഇത് നോക്കാം ഇതിലെന്താണെന്ന്. ചെറിയൊരു വെയിറ്റ് ഒക്കെ ഉണ്ട്. ഓ, ഞാൻ വിചാരിച്ചുള്ളൂ എനിക്ക് പറ്റിയ എന്തെങ്കിലും അവിടെയെന്ന്. മിഠായി, ചോക്ലേറ്റ് ആണ് ഗൈസ്. സന്തോഷായി. ഇത് ആരാണ് തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് അറിഞ്ഞ് തന്ന പോലെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ തിന്നണ്ടേ. ഡ്രസ് നോക്കാം. സാൾസെന്നാണ് കേട്ടോ. നല്ല അടിപൊളി ഷർട്ടും പാൻറ്റും ആണ്. അടിപൊളിയായിട്ടുണ്ട്. നോക്കിട്ടോ, ബനിയനും ട്രൗസറും. അടുത്തത് ഡാൻസിങ് റോബോട്ടാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും കുറച്ച് എനർജി കുറവ് വേറെ ഒന്നല്ല കേട്ടോ. നമ്മള് രാവിലെ നീറ്റ് വഴിക്കാണിത് ചെയ്യണത്. കാരണം സാപ്പിക്ക് കുറച്ച് കഴിഞ്ഞാൽ വർക്കിന് പോവാണ്ട്. അപ്പൊ നമ്മള് വേഗം ചെയ്യണം. അതാണ് എല്ലാവർക്കും ഒരു എനർജി കുറവ്. ഇനി അടുത്തത് ഈ കാറല്ല, ഇതെന്താടാ? ആ, കാറാണോ? ജീപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഷൂ. ഇത് അമ്രുവിന് കുറച്ച് സൈസ് കൂടുതലല്ലേ? ഷൂവും ട്രൗസറും ഷർട്ടും അടിപൊളിയായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വിളിക്കാം. നിനക്ക് തുറക്കണം. സാപ്പിക്കായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ തുറക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകുന്നത്. ട്രൗസറും ബനിയനുമാണ്. നല്ല കളറായിട്ടുണ്ട്. ഇനി അടുത്തത് കോട്ടും ഷർട്ടും. രസമുണ്ടല്ലേ? അടുത്ത് നമുക്ക് ഇത് നോക്കാം ഗൈസ്. പിന്നെ പുറത്ത് കാണുന്നുണ്ട് എന്താണ്. ഓ, നല്ല രസമുണ്ടല്ലേ? സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മണിയടിക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലത്തെ എല്ലാം നമുക്ക് കാണാട്ടാ. സൂപ്പറായില്ലേ?
ഇനി നമുക്കിത് നോക്കാം. ഇതിലെനിക്ക് തോന്നുന്നു തോക്കാവും. തോക്കാണോ അതോ ഞാൻ വിചാരിച്ച സാധനമാണോ നമുക്ക് നോക്കാട്ടോ. തോക്കാവും നീളം കണ്ടിട്ട്. ഞാൻ വിചാരിച്ചു തന്നെ കേട്ടാ ചെയ്യാന്. നീ പറയണ്ട, ഈ മനസ്സിൽ വെച്ചിരുന്നിട്ട് ഞാൻ അതിന്റെ പേര് ഓർക്കായിരുന്നു. ഞാൻ വിചാരിച്ചു അതിന്റെ നീളം കണ്ടപ്പോ മനസ്സിലായി. അല്ലാണ്ട് ചെറിയ കുട്ടിക്ക് ഇത്ര വലിയ അതിനേക്കാളും വലിയ തോക്കാരെങ്കിലും വാങ്ങിച്ചോണ്ടിട്ട്. മൈക്ക് കണ്ടിട്ടാ. ബാറ്ററി ഉണ്ട്. ബാറ്ററി ഇവിടെ സ്ക്രൂ ഉണ്ട്, അത് കൂട്ടിയിട്ടുണ്ട്. എനിക്ക് ഇനി കുറച്ചു നേരം നേരൊക്കെ കൂട്ടാതിരുന്നിട്ട് ഇങ്ങനെ ആംബ്രൂനി. ഇനി നമുക്കതിൽ ഏതെടുക്കണം? നീ പറയണ്ടെടുക്കും. നീലപ്പെട്ടി ഇതാ ഇതാ ഇതിലെന്താന്ന് അറിയാനില്ല. ഇത് ലാസ്റ്റ് തുറക്കാം. അത് വലുതാ. സാപ്പിക്ക് വലിയ വലിയ ബോക്സിൽ എന്താന്ന് അറിയാണ്ട് ചിലതൊക്കെ കറണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സാപ്പി എന്താന്ന് അറിയാൻ വേണ്ടിട്ട്. ഇത് എന്തായിരിക്കും ഗസ് ചെയ്തോ നീ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടെഡ്ഡി ബിയർ ആയിരിക്കും, കാരണം ഇതിന്റെ ബോക്സ് അല്ലേ. നീ എന്താ അറിയില്ല. ഉമ്മ പറയണു വണ്ടി. ഞാൻ പറഞ്ഞില്ലേ ടെഡ്ഡി ബിയർ ആണെന്ന്. അയ്യോ ടെഡ്ഡി ബിയർ അല്ല, ഊഞ്ഞാല്. ഊഞ്ഞാല് മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇതിലെനിക്കിരിക്കാൻ പറ്റും സാപ്പി? പറ്റുമോ? ചെറിയ വള്ളിയത് ഊഞ്ഞാല് കിട്ടി. അതങ്ങനെ പറഞ്ഞോട് വലിയ ബോക്സ് അൺബോക്സ്. ഇതിലെന്തായിരിക്കും? ഇതില് അമ്മക്ക് എന്തെങ്കിലും രണ്ടാളും പറഞ്ഞ നേരത്തെ. സ്കൂട്ടറാണ് കേട്ടോ, സ്കൂട്ടർ. അത് ഒരുപാട് സമയം പിടിക്കേണ്ടി വരും. അത് വേണത്രേ. രസണ്ടല്ലേ? ഇനി നമുക്ക് കുറച്ച് ഡ്രസ് നോക്കാല്ലേ. ഓമ്മ നോക്ക്, കുർത്തി, വെള്ള പാന്റും. അതൊരു വെറൈറ്റി ആയില്ലേ? ആരും അങ്ങനെ കൊണ്ടുവരാത്തൊരു മോഡല് കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണെന്നുണ്ടെങ്കിലും അടിപൊളി ആയിട്ടുണ്ട്. നമ്മള് ശ്രദ്ധിച്ചില്ല. വാച്ചൊക്കെ ഉണ്ട്. നിങ്ങളൊന്നും നോക്കി നോക്കിയൊക്കെ അവിടെ. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓ ഇത് വരച്ചിട്ട്
പാണ്ട അഭി വരച്ചിട്ട് കൊണ്ടുവന്നിക്കടോ. അമ്മോ ഫ്രെയിം മൊത്തത്തിൽ ഇങ്ങോട്ട് തിരിക്കി. നൈസായില്ലേ, ഞാൻ വിചാരിച്ചില്ല കേട്ടാ. കൊള്ളാം, ഇതാ അടിപൊളിയുണ്ട്. കാരണം ഒരാള് ഇങ്ങനെ വരച്ചു കൊണ്ടുവരിക പറഞ്ഞ എളുപ്പമുള്ള കാര്യമില്ല. അടിപൊളിയായി. ആംബ്രൂന്റെ കൊറേ ഫോട്ടോസും ഒക്കെ ആയിട്ട് കൊള്ളാം. ആംബ്രൂന്ന് എഴുതിയിട്ടുണ്ട് കേട്ടാ. ബർത്ത്ഡേക്ക് നമ്മള് വീട്ടില് കേക്ക് മുറിച്ചതുണ്ട്, പെരുന്നാളിന്റെ ഫോട്ടോ ഉണ്ട്, പെരുന്നാളിന് ആംബ്രൂന് എടുത്തിട്ടുണ്ട്, നമ്മൾ ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ നമ്മള് ജിജുവേട്ടന്റെ കല്യാണത്തിന് എടുത്തിട്ടുണ്ട്. കൊള്ളാല്ലേ. പിന്നെ ഇതും ഫ്രെയിമാണ് കേട്ടോ, നമ്മള് ഫോട്ടോഷൂട്ട് എടുത്ത ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമാണ്. എന്താ നോക്കാം, ഇതിനെന്താ പറയാ, ബാൻസെറ്റിലുള്ള സാധനല്ലേ, ഡ്രംസ് അല്ലേ. ഇതിനൊരു കൊയിലും കൗത്തും ഞാൻ ആകെ കൊട്ടും പാട്ടോ. ഞാൻ ആകെ ഇവിടെ കൊട്ടാണ്. ഇനി നമുക്ക് ഈ ബോക്സിൽ എന്താ നോക്കാം. കുഞ്ഞൊരു എന്താ, ഇതെന്താ പട്ടിയാണോ പട്ടിക്കുട്ടിയാണോ തോന്നുന്നുണ്ട്, കുഞ്ഞൊരു പട്ടിക്കുട്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് വലിയ നമ്മള് സെറ്റ് ആക്കണം അല്ലേ. ഇതിങ്ങനെയാണ് കേട്ടോ വെച്ചേക്കണത്. ഞാൻ നമുക്ക് ലാസ്റ്റ് സെറ്റ് ആക്കട്ടെ, അതിന് കുറച്ച് സമയം വേണം. അപ്പൊ ഇതിലെന്താന്ന് നമുക്ക് നോക്കി വെക്കാം. ഇതൊരു വണ്ടിയാണ് കേട്ടോ, നല്ല കളറാക്കിണ്ട്. ഇത് സ്കൂട്ടർ അല്ലേ. ആ ഇന്നെന്താ പറയാ, ടൂൾസ് ബോക്സ് ആണ് അടുത്ത കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ്. സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചതാണ്. അപ്പൊ കഴിഞ്ഞ ഡ്രസ് നമുക്ക് വേഗം നോക്കാം. അവസാനത്തെ ഗിഫ്റ്റിന്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ഷർട്ട്, ബനി, ക്യൂട്ടായിട്ടുണ്ട്. അമ്പ്രു പോവാ. അമ്പ്രുവിന് പിന്നെ ഗോൾഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 കൈച്ചേനും കിട്ടിയിട്ടുണ്ട്. ഇതൊരു സച്ചിന്റെ മോഡലാണ്. പിന്നെ ഇത് അവന്റെ കയ്യിലുള്ള അതേ മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ഗായ്സ്, നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് ഇവിടെ കഴിഞ്ഞിട്ടാണ്. ഒന്ന് ചുറ്റോറൊന്നും നോക്കി എന്താ ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഗായ്സ്, ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്. അപ്പൊ ഗിഫ്റ്റ് എന്ന എല്ലാരോടും എന്ത് പറയണം സാപ്പി? നമ്മള് നന്ദി, നമസ്കാരം. എല്ലാരും തന്ന ഗിഫ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയാണ്. അങ്ങനെ ആംബ്രുവിന്റെ ബർത്ത്ഡേയും കഴിഞ്ഞു, ബർത്ത്ഡേയുടെ സെലിബ്രേഷനും കഴിഞ്ഞു, ഗിഫ്റ്റ് അൺബോക്സിങ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം. അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കട്ടെ. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.